اللهم ثبتهم عند السؤال اللهم ثبتهم عند السؤال اللهم آمنهم من كل البدن اللهم اغفر لهم وارحمهم اللهم اغفر لهم وارحمهم اللهم اغفر لهم وارحمهم اللهم ثبتهم عند السؤال ഇങ്ങനെ പോകാൻ പറ്റും അവിടെ ക്യാമറിൻ്റെ കൂടെ അങ്ങനെ പോകണം ഇങ്ങനെ വിളിക്കണേ ഇവിടുന്ന് ആരും വരണം ഇവിടുന്ന് അങ്ങനെ കയറി മുബഷീർ 4 പേരും ഒരുമിച്ച് മണ്ണിനോട് ചേരുകയാണ്. ജുമാ മസ്ജിദ് ഖബർസ്ഥാനിന് ചുറ്റും നാട്ടുകാരുടെ വലിയ കൂട്ടത്തെ കാണാം. അവർ 4 പേർക്കും അന്ത്യയാത്ര നൽകാൻ സഹപാഠികളും അധ്യാപകരും ഒക്കെ എത്തിയിട്ടുണ്ട്. കമറടക്കം പൂർത്തിയാവുകയല്ലേ മുബഷീർ? തന്നെയാണ് സ്മൃതി. ഖബറടക്കം നിറക്കുറെ പൂർത്തിയായിരിക്കുന്നു. തുപ്പനാട് ജുമാ മസ്ജിദിലെ ഖബർസ്ഥാനിൽ ഒരുക്കിയ 4 ഖബറുകൾ കരി അത് തന്നെയാണ് സ്മൃതി. ഖബറടക്കം നിറക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. തുപ്പനാട് ജുമാ മസ്ജിദിന് മുകൾ ഭാഗത്തെ ഖബർസ്ഥാനിൽ ഒരുക്കിയ 4 ഖബറുകൾ തൊട്ടടുത്തൊരുക്കിയ 4 ഖബറുകളിൽ പിഞ്ചുമക്കളുടെ ഭൗതികദേഹം മയ്യത്തിറക്കി വെച്ച് ചടങ്ങുകളൊക്കെ തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ പ്രാർത്ഥനയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മുകൾ ഭാഗത്തു കൂടി ഒരു പാവിരിച്ചുകൊണ്ട് അതിന് മുകളിലേക്ക് മയ്യത്ത് സംസ്കാര ചടങ്ങിൻ്റെ ഭാഗമായുള്ള മണ്ണ് എടുത്തിടുന്നൊരു കാഴ്ച. അതോടൊപ്പം തന്നെ പിഞ്ചുമക്കൾക്ക് വേണ്ടി ഹൃദയത്തിൽ നിന്നും ഉരുവിടുന്ന മന്ത്രങ്ങൾ പോലെയുള്ള പ്രാർത്ഥനകൾ നാട്ടുകാരൊക്കെ തന്നെ ചേർത്തുകൊണ്ട് ജാതിവാദിവെന്ന് ഇവിടെ തടിച്ചുകൂടിയുള്ള ആളുകൾ നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാഴ്ച. പല മേഖലകളിൽ നിന്നും ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു, തടിച്ചുകൂടിയിരിക്കുന്നു. പള്ളിക്ക് തൊട്ട് താഴേക്ക് തന്നെ നിരവധി ആളുകളെ കാണാൻ സാധിക്കും. ഖബർസ്ഥാന് തൊട്ട് താഴെ മീറ്ററുകൾക്കപ്പുറത്ത് 500 മീറ്ററുകൾക്കപ്പുറത്തും വരിയായി ആളുകൾ നിൽക്കുന്നു. ഖബർസ്ഥാൻ്റെ അരികിലെത്തി അവസാനമായി അവർക്ക് അന്ത്യയാത്ര നൽകുന്നതിന് വേണ്ടി, യാത്രയപ്പ് നൽകുന്നതിന് വേണ്ടി, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി, വിട ചൊല്ലുന്നതിന് വേണ്ടി. കാരണം അത്രത്തോളം തീരാ ദുഃഖമുണ്ടാക്കിയൊരു സംഭവമായി ഈ ഒരു അപകടം മാറിയിരിക്കുന്നു. തുടർച്ചയായ അപകടമുണ്ടായിരുന്നൊരു മേഖലയിൽ പരാതികൾക്കും പ്രതിഷേധങ്ങൾക്കും ഒരു തരത്തിലുള്ള പരിഗണനയും ലഭിക്കുന്നില്ലെന്ന നാട്ടുകാരുടെ ആരോപണങ്ങൾക്കിടെ നാട്ടുകാരായിട്ടുള്ള കുടുംബങ്ങളിലെ 4 പിഞ്ചോമനകളുടെ ജീവൻ തന്നെ ബലി കൊടുക്കേണ്ടി വന്നൊരു സംഭവം
ആ ഒരു സംഭവത്തിൻ്റെ ഞെട്ടലിൽ നിന്നും ഇപ്പോഴും മാറാൻ കഴിയാതൊരു നാട് വിങ്ങിപ്പൊട്ടുന്നൊരു കാഴ്ച. ഖബർസ്ഥാനിലേക്ക് ആളുകൾ ഒഴുകിയെത്തിയ കാഴ്ച. മയ്യത്ത് നമസ്കാരത്തിൻ്റെ സമയത്ത് പള്ളിക്കകത്തും പുറത്തും ആളുകൾ തടിച്ചുകൂടിയ കാഴ്ച. എത്രത്തോളം അവരിലത് വേദനയുണ്ടാക്കിയിട്ടുണ്ട്, വൈകാരികമായ എത്രത്തോളം ബാധിച്ചിട്ടുണ്ടെന്ന് തെളിയിക്കുന്നൊരു കാഴ്ച.